ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു പ്രത്യേകതരം മുടികൊഴിച്ചിലിനെ കുറിച്ചിട്ടാണ്. നമുക്ക് പലതരം പേഷ്യൻസ് മുടികൊഴിച്ചിലുമായിട്ട് വരാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് സാധാരണ ഉണ്ടാകുന്ന കഷണ്ടി പോലുള്ള മെയിൽ പാറ്റേൺ അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ടീലോജൻ എഫ്ലൂവിയം, അതല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വട്ടത്തിൽ മുടി പോകുന്ന ഒരു അലോപേഷ്യ അറിയേറ്റ എന്ന് പറഞ്ഞ ഒരു അസുഖം. ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് വരാറുള്ളത്. എന്നാൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു അവിടെയും ഇവിടെയുമായിട്ട് പാച്ചി ആയിട്ട് മുടി കൊഴിയാം. ഇപ്പോൾ ഈ രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് ചോരൻ്റെ അംശം കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഈ പാച്ചിൻ്റെ ഉള്ളിൽ ചില ഭാഗങ്ങളിൽ മുടിയുണ്ട്, അത് പല വ്യത്യസ്തമായിട്ടുള്ള ലെങ്ത്തിലൊക്കെയുള്ള മുടിയുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഇറഗുലർ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ, ഇതിനെ നമ്മൾ ഒന്നും കൂടി അതിനെ അസസ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ട്രൈക്കോട്ടിലോമാനിയ എന്ന് പറഞ്ഞൊരു അസുഖം. ട്രൈക്കോ എന്ന് പറഞ്ഞാൽ ഹെയർ, മുടി. ടിലോമാനിയ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പറിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി. ഇങ്ങനെ കൊണ്ടുണ്ടാകുന്ന ഒരു മുടി കൊഴിച്ചിലാണ് ട്രൈക്കോട്ടിലോമാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഹെയർ പുള്ളിങ് ഡിസോർഡർ. ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. സൈക്കാട്രി ഡയഗ്നോസ്റ്റിക് മാനുവലിലൊക്കെ ഇതിനെ ഒരു ഒബ്സസീവ് കൺവൾസീവ് ഡിസോർഡറിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കോസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ അത് പലതരം ഫാക്ടേഴ്സിന്റെ എഫക്റ്റഡ് ആണ് എന്നുള്ളതാണ് പുതിയ എല്ലാ പഠനങ്ങളും പറയുന്നത്. അതൊരു ഫാമിലി ഹിസ്റ്ററി, ഇതുപോലുള്ള ഏതെങ്കിലും സൈക്കാട്രിക് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ള ഫാമിലിയുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഡോപ്പമിൻ, സെറട്ടോണിൻ പോലെയുള്ള ബ്രെയിനിലുള്ള ന്യൂറോ കെമിക്കൽസിൻ്റെ അതിൻ്റെ ഒരു ബാലൻസ് ഇല്ലായ്മയിൽ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, എന്തെങ്കിലും ട്രോമാറ്റിക് ഇവൻറ്റ്സ് ഇങ്ങനെയൊക്കെ ട്രിഗർ ചെയ്തിട്ടും ഈ ഒരു കണ്ടീഷൻ വരാറുണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിംറ്റം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഇങ്ങനെ ഈ സ്കാൽപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഐബ്രോയിൽ നിന്നോ ഐലാഷസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയയിൽ നിന്നൊക്കെ ഈ ഹെയർ ഇങ്ങനെ പുള്ള് ചെയ്യാൻ തോന്നുന്ന ആ ഒരു സമയത്ത് ഒരു ശക്തമായിട്ടുള്ള ഒരു മെൻ്റൽ ടെൻഷൻ വരും. അത് പുള്ള് ചെയ്യാതെ ഇനിയിപ്പോൾ അത് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ പോലും അതിങ്ങനെ മൈൻഡ് അതിനെ പുള്ള് ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ വരും. ആ ടെൻഷൻ വന്നിട്ട് അവസാനം ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു റൂട്ടീനായിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ചില കുട്ടികളൊക്കെ ഇപ്പോൾ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ, ഒരു സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഏരിയയിൽ കറക്റ്റായിട്ടുള്ള ഒരു ഹെയർ പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആക്സസ് ആയിട്ടുള്ള ഒരു ഏരിയയിലാവും കൂടുതലായിട്ട് പോയിട്ടുണ്ടാവുക. പിന്നെ ഈ ഹെയർ പോയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ടെൻഷൻ വരും. അതുപോലെ അവരുടെ ഡെയിലി ഫങ്ഷനിലൊക്കെ അത് ഒരു ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് ഡയഗ്നോസിസ് വേറെ ടെസ്റ്റുകൾ ചെയ്തിട്ടൊന്നല്ല, അത് നമ്മൾ ക്ലിനിക്കലി നോക്കി ഇവരുടെ ബിഹേവിയർ അസസ് ചെയ്തിട്ട്, ഇനി ചില സമയങ്ങളിൽ നമ്മൾ ട്രൈക്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചില ഫൈൻഡിങ്സ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുള്ള ആളുകൾക്ക് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും അവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സംസാരിച്ചിട്ട് അവരുടെ ഉള്ളിലുള്ള ഈ മനസ്സിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റും കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ മറ്റുള്ള കാരണങ്ങളും അതുപോലെ എന്തെങ്കിലും മുടി കൊഴിച്ചിലുള്ള വേറെ എന്തെങ്കിലും മെഡിസിൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തുക. ഇതുള്ള ആളുകൾക്ക് ഇതിനെക്കൊണ്ട് പലതരം ഒരു ഇമോഷണൽ പ്രോബ്ലംസ് വരാറുണ്ട്. ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും, പുറത്തേക്ക് പോകാൻ മടിയായിരിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ തോന്നി ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഷെയിം വരും, ഒരു കുറ്റബോധം വരും, ഞാൻ തന്നെയാണ് എന്നെ മോശമാക്കുന്ന കുറ്റബോധം. പക്ഷെ അവർക്ക് അതിനെ തടയാൻ കഴിയില്ല. ആ ലെവലൊരു ഒബ്സഷൻ വന്നിട്ട് അവരതിനെ പറിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അവർ ഒരു സോഷ്യൽ പ്രോഗ്രാംസിൽ നിന്നും പോകാണ്ടാവും. അത് ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇതിന് ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു ജസ്റ്റ് ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റോ കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അതിന് ഏറ്റവും കൂടുതലായിട്ട് സൈക്കോളജിസ്റ്റിന് ഹെൽപ്പ് തന്നെ വേണ്ടി വരും. അതിന് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ചെയ്തിട്ട് തന്നെ അവരുടെ ആ ഒരു ബിഹേവിയറിനെ നമ്മൾ മാറ്റേണ്ടി വരും. ഇനി ചില കേസുകളിലെങ്കിലും ഈ ഒരു സൈക്കോളജിക്കൽ ടെക്നിക് കൊണ്ട് മാത്രം മാറാത്ത കേസുകളിൽ മെഡിസിൻസ്, SSRI പോലുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അത് ഇവരെ ഇത് മോണിറ്റർ ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ലെവലിലുള്ള ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ അസുഖത്തിൽ എടുക്കാറുള്ളത്. പിന്നെ കുറച്ച് സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജി കാണുന്നവരിൽ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കയ്യിനെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയം അത് നോക്കിയിട്ട് ആ കൈ ഹെയറിലേക്ക് പോവാതിരിക്കാൻ കയ്യിനെ ബിസിയാക്കുക. അതിലേതെങ്കിലും ബോൾസോ അല്ലെങ്കിൽ ക്രാഫ്റ്റുകളോ ടോയ്സുകളോ എന്തെങ്കിലും വെച്ചിട്ട് കൈ ബിസിയാക്കുക. അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗ ഇടുക, അല്ലെങ്കിൽ ഹാറ്റ് ഇടുക. അങ്ങനെ അവർക്ക് ആക്സസ് ഇല്ലാതിരിക്കുക. പിന്നെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്
മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ യോഗ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഇവരെ മോണിറ്റർ ചെയ്യാൻ നല്ലതായിരിക്കും. ശരിക്ക് ഈ ഒരു അസുഖം ഗ്ലോബലി നോക്കുമ്പോൾ 1-2% ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ പലരും ഇത് പറയാൻ മടിയാണ്. പലർക്കും ഇത് പ്രോപ്പർ ഡയഗ്നോസിസ് കിട്ടാത്തത് കൊണ്ട് തന്നെ പലതരം ട്രീറ്റ്മെൻറ്റുകളിൽ കൂടി പോവേണ്ടി വരാറുണ്ട്. ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്ത കേസുകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കേസുകളിൽ ഇത് ഈ ഒരു പ്രോപ്പർ കാരണമാണെന്ന് അറിയാത്തത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അവയർനെസ് കൂട്ടലും അതുപോലെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇത് മെൻ്റൽ ഹെൽത്തുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കലൊക്കെ ഇതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ അനുഭവിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇത് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എടുക്കുക. അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.